ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു വീട് വെഞ്ചിരിപ്പിലാണ് ആദ്യമായിട്ട് ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും പരിചയപ്പെടാനായിട്ട് സാധിക്കുക. യൂണിറ്റുകളിൽ നിന്ന് ഓരോ വീടുകളിലേക്ക് പോകുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനത്തേതായിട്ട് കയറി ചെന്നത് ഈ വീട്ടിലേക്കാണ്. അവിടെ അപ്പച്ചനുണ്ട്, ഒരു തളർന്നു കിടക്കുന്ന അമ്മച്ചി വർഷങ്ങളായിട്ട്. മകള് പുറത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്പച്ചനും അമ്മച്ചിയെയും നോക്കാനായിട്ടാണ് ഈ മകൾ വിദേശത്തേക്ക് പോവുക. ഈ ഭവനത്തിലേക്ക് കയറി ചെല്ലുന്നത് മുതൽ ഒരു പോസിറ്റീവ് വൈബ് ഇങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി എവിടെ നിന്നൊക്കെയോ നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ വരുന്നത് പോലെ. ഈ മകളുടെ ജനനത്തിന് ശേഷം 20ഓളം വർഷങ്ങളായിട്ട് ഈ ഒരു അമ്മച്ചി തളർന്നു കിടക്കുകയാണ് ഇങ്ങനെ. എന്നിട്ടും ആ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. അപ്പച്ചനെ ഈ അമ്മച്ചിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി കാണിക്കുമ്പോൾ, അമ്മച്ചിയോട് സംസാരിക്കുമ്പോൾ, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ അപ്പച്ചൻ ഇങ്ങനെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഈ അമ്മച്ചിക്ക് ഇത്രയേറെ സന്തോഷത്തോടു കൂടെ ആയിരിക്കാനായിട്ട് സാധിക്കുക എന്നൊരു ചിന്ത ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. കാരണം ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്ന് ആ ഭവനത്തിലുണ്ടായിരുന്നു: കൂടെ ഇരിക്കാനുള്ള മനസ്സ്. ഈ അപ്പച്ചൻ ഈ അമ്മയുടെ A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി നടത്തുന്നുണ്ട്. ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു രീതിക്കുള്ള നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയേറെ സന്തോഷത്തോടു കൂടെ ചിരിച്ച മുഖങ്ങളോടുകൂടെ അവർ നമ്മളെ സ്വീകരിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കൂടെ ഇരിക്കുന്നതാണ് ഹൃദയത്തോട് ചേർന്ന്, മനസ്സിനോട് ചേർന്ന്, ശരീരത്തോടൊക്കെ ചേർന്ന് ഇങ്ങനെ കൂടെ ഇരിക്കുവാനുള്ള ഈ ഒരു മനസ്സാണ് ജീവിക്കാനായിട്ട് ആ അമ്മയെ പ്രേരിപ്പിക്കുക. ജീവിതം ഒരു നരകമല്ലാതെ സ്വർഗമാക്കി മാറ്റാനായിട്ട് ആ അപ്പച്ചന് ആ വീട്ടിൽ സാധിക്കുക. കൂടെയിരിപ്പിന് തന്നെ തിരുനാൾ നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ. കൂടെ ഇരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല മാതൃക, അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ കൃത്യമായിട്ട് ഈ തിരുക്കുടുംബത്തിൽ കാണുന്നുണ്ട്. ഈശോ, യൗസപിതാവ്, പരിശുദ്ധ അമ്മ. സുവിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തിരുക്കുടുംബത്തിൻ്റെ ആ ജീവിതം മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം, അവർ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത് എവിടെ നിന്നാണ്? ഈശോ ജനിക്കുന്നതിന് മുന്നേയും പിന്നെയും ഒക്കെ ആയിട്ട് പലവിധ പ്രശ്നങ്ങളിലൂടെ, അപമാനത്തിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, സങ്കടത്തിലൂടെയൊക്കെ യൗസപിതാവിനും പരിശുദ്ധ അമ്മയ്ക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ടായിട്ടുണ്ട്. എങ്കിലും ജീവിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത് ഈശോയാണ്. ആ തിരുക്കുടുംബത്തിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് കർത്താവിന് സാധിക്കുന്നുണ്ട്. ഈ കൂടെയിരിപ്പിൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മളോട് തന്നെ: എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ളവരോട് കൂടെ മുഴുവനായിട്ട് ഹൃദയത്തോടു കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. എന്ന് എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറി പോകുന്നുവോ, അന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടെയിരിപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ ഈ ധ്യാന ചിന്ത ആരംഭിച്ചത് ഒരു ഭവന സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ ഭവന സന്ദർശനങ്ങൾ കുറേയേറെ കാര്യങ്ങൾ പഠിപ്പിക്കും നമ്മളെ. ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുക, ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ നട, നമുക്കറിയാം ഈശോയെ വെച്ചിരിക്കുന്ന, തിരുഹൃദയം വെച്ചിരിക്കുന്ന, അതുപോലെ രൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ആ സ്ഥലം എങ്ങനെയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ്. പലപ്പോഴും പറയാറുണ്ട്, ഒരു ദേവാലയത്തെ അല്ലെങ്കിൽ ആ ദേവാലയത്തിലെ വൈദികനെ മനസ്സിലാക്കണമെങ്കിൽ ആ കുമ്പസാരക്കൂട്ടിലേക്ക് കയറി നോക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഭവനത്തിൽ ആളുകളുടെ ജീവിതം കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ തിരുക്കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ചിരിക്കുന്ന ആ സ്ഥലം ഒന്ന് ശരിക്കും നോക്കിയാൽ മതി. ചില വീടുകളിൽ ചെല്ലുമ്പോൾ വളരെ സങ്കടകരമായ അവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥവും മറ്റ് പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ ഒരു മൂലക്ക് മാറ്റിവെച്ച്, പൊടി പിടിച്ച്, മാറാല പിടിച്ച്, ഈശോയുടെ രൂപമൊക്കെ ഇങ്ങനെ മാറാല പിടിച്ച് ഇരിക്കുന്നതായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, എവിടെയൊക്കെയോ അവരുടെ ജീവിതത്തിൽ നിന്ന് ഈശോ പടിയിറങ്ങി അവർ തന്നെ മാറ്റിയിട്ടുണ്ട്. തുടർന്ന് ആ കുടുംബത്തോടൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കാറുണ്ട്. വീടുകളിൽ പ്രശ്നം, അപ്പനും അമ്മയായിട്ട്, അമ്മയും മകളുമായിട്ട്, അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളിലൂടെയുള്ള കടന്നുപോകലുകളെക്കുറിച്ച് അവർ പങ്കുവയ്ക്കാറുണ്ട്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഞാൻ ചെയ്യുക: അവിടുത്തെ ആ വിശുദ്ധ ഗ്രന്ഥം പൊടി തട്ടിയെടുത്ത് ഒന്ന് കുടുംബത്തെ കൊണ്ട് വായിപ്പിക്കും. ഈശോ ഹൃദയത്തിലേക്ക് തിരികെ സ്വീകരിക്കുമ്പോൾ, ഈശോയെ ഹൃദയത്തിലേക്ക് തിരികെ സ്വീകരിക്കുമ്പോൾ അവിടെ മാറ്റം തുടങ്ങുമെന്നത് 100% ഉറപ്പാണ്. ആ മാറ്റം കണ്ടുവരിക, കൂടെ ഇരിക്കാനായിട്ടുള്ള മനസ്സ് അവർക്ക് കൈവരിക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ,
ദൈവത്തെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയേണ്ട ഒരിടം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ. ഇന്ന് സുവിശേഷം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ വരികളൊന്ന് ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. ഈശോ മാതാപിതാക്കന്മാരോട് കൂടെ തിരികെ പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദേവാലയത്തിലായിരുന്ന ഈശോ മാതാപിതാക്കന്മാരോട് കൂടെ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹിതം അതല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈശോ തിരികെ പോകില്ലായിരുന്നു. പക്ഷേ ഒരു ഭവനത്തിൽ മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിൽ, ആ കൂടെയിരിപ്പിൻ്റെ സ്നേഹത്തിൽ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അവരോട് കൂടെ പോകുന്നതും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാനായിട്ട് ആ കുടുംബത്തിൽ ആയിരിക്കുകയും ചെയ്യുക. ബോബിയച്ചൻ പങ്കുവെച്ച ഒരു സംഭവം മനസ്സിലേക്ക് വരികയാണ്. 16 വർഷങ്ങളായിട്ട് വീട്ടിൽ തളർന്നു കിടക്കുന്ന അമ്മ ഒരനക്കമോ ഒരൊച്ചയോ ഒന്നും എടുത്തിട്ടില്ല. ഒരു മുറിയിൽ ശാന്തയായിട്ട് കണ്ണുകൾ മാത്രം അനക്കിക്കൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഈ അമ്മ മരിക്കുമ്പോൾ തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് മക്കൾ മടിക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുക, ഇനി എന്ത് വീട്, അമ്മ അവിടെ നിന്ന് പോയില്ലേ. എത്രമാത്രം ഈ അമ്മ ഈ മക്കളെ സ്നേഹിച്ചിരുന്നു എന്നതിനുള്ള, എത്രമാത്രം ഈ അമ്മ മക്കളോട് കൂടെയായിരിക്കുവാൻ ശ്രമിച്ചു എന്നതിനുള്ള ഉത്തരവാണത്. അമ്മ ഇല്ലാത്ത ഭവനം വെറുമൊരു കെട്ടിടമായിട്ട് മാറുന്നുണ്ട്. കൂടെയിരിപ്പിൻ്റെ ആ സ്നേഹത്തെ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു സംഭവം. ഏറ്റവും സ്നേഹം നിറഞ്ഞ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളൊന്ന് അടക്കാം. എന്നിട്ട് നമ്മളോട് തന്നെ ചോദിക്കാനായിട്ട് നമുക്കൊന്ന് സാധിക്കട്ടെ, ഇത്രയും കാലം എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട് ഹൃദയത്തോട് ചേർന്നിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കളെ മനസ്സിലാക്കി അവരോട് കൂടെ ആയിരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. എവിടെ വെച്ചിട്ടാണ് എനിക്കെൻ്റെ ഈശോയെ നഷ്ടപ്പെട്ടിരിക്കുക? ഈശോ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ കൂടെ ആയിരിക്കാനായിട്ട് സാധിക്കാത്തത്. പുതുവർഷം ആരംഭിക്കുകയാണ്. ഒന്ന് പുതിയതായിട്ട് തുടങ്ങാം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളും ഒരു നിമിഷം ഒന്ന് കണ്ണടക്കുക. നിങ്ങളുടെ അപ്പച്ചനോട്, നിങ്ങളുടെ അമ്മച്ചിയോട്, നിങ്ങളുടെ സഹോദരങ്ങളോടൊക്കെ എപ്പോഴാണ് ഞാനൊന്ന് കൂടെ ആയിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്? അവരെ മനസ്സിലാക്കാനായിട്ട്, അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, അവരുടെ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ, സന്തോഷങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് എപ്പോഴാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്? ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ അതുകൂടെ തുടങ്ങേണ്ട ഒരു സമയമാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ഈശോയെ ഒന്ന് തിരിച്ചു പിടിക്കുവാൻ, ആ ഹൃദയത്തിൽ വാഴേണ്ട ഈശോയെ തിരികെ വിളിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ കൂടെ ഇരിക്കുവാൻ, കൂട്ടായിരിക്കുവാൻ, ഒരുമിച്ചിരിക്കുവാൻ, ഈശോയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കുവാൻ തീരുമാനമെടുക്കുന്നവർക്ക് ഈ തിരുനാളിൻ്റെ ആശംസകളും പുതുവർഷവും നേരുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.